നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കൊട്ടിയൂർ പീഡന കേസിൽ ഇരയായ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. ഫാദർ റോബിൻ വടക്കുംചേരി പ്രതിയായ കേസിന്റെ വിചാരണയ്ക്കിടെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിനാണ് ഇവർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. കേസിന്റെ വിചാരണയ്ക്കിടെ മാതാപിതാക്കൾ പ്രതി റോബിൻ വടക്കുംചേരിക്കെതിരെ കൂറുമാറിയിരുന്നു. ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് വിചാരണ നടത്തണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിലെ പ്രതിയായ ഫാദർ റോബിന് പ്രായപൂർത്തിയാകാത്ത +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിന് 20 വർഷം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയുമാണ് തലശ്ശേരി പോക്സോ കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഇയാൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. കെട്ടിച്ചമച്ച തെളിവുകളാണ് തനിക്കെതിരെ ഹാജരാക്കിയതെന്നും ഉഭയസമ്മതപ്രകാരമാണ് ബന്ധം നടന്നതെന്നും പെൺകുട്ടിയുടെ പ്രായം ശാസ്ത്രീയമായി കണക്കാക്കണമെന്ന ആവശ്യം വിചാരണ കോടതി പരിഗണിച്ചില്ലെന്നും അപ്പീലിൽ പറയുന്നു. ലോകത്ത് ഒരു പിതാവും ചെയ്യാത്ത മഹാപാപമായിരുന്നു പെൺകുട്ടിയുടെ പിതാവ് കേസിന്റെ ആദ്യ അവസരത്തിൽ ചെയ്തത്. ഫാദർ റോബിന്റെ കൈവശത്തിൽ നിന്നും ഔദാര്യം വാങ്ങി ആ ഗർഭം പിതാവ് ഏറ്റെടുക്കുകയായിരുന്നു. മാത്രമല്ല, പോലീസിലും ചൈൽഡ് ലൈനിലും തന്നെ ഗർഭിണിയാക്കിയത് പിതാവാണെന്ന് പെൺകുട്ടി പറയുകയും ചെയ്തു. പെൺകുട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് സ്വന്തം പിതാവും ഫാദർ റോബിനും ചേർന്നായിരുന്നു. കണ്ണില്ലാത്തതും കേട്ടാൽ അറയ്ക്കുന്നതുമായ ഈ ക്രൂരതയ്ക്ക് അന്ന് സഭയും കൂട്ടുനിൽക്കുകയായിരുന്നു. വൈദികന്റെ കുട്ടിയാണെന്ന് അറിയാമായിരുന്നിട്ടും എല്ലാം ഒളിച്ചു വെച്ചു. ലോകത്ത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. വൈദികൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുക, എന്നിട്ട് പെൺകുട്ടിയുടെ പിതാവ് ആ ഗർഭം ഏറ്റെടുക്കുക, എല്ലാം കേരളം കണ്ണീരോടെയും ഞെട്ടലോടെയും കേട്ടുനിന്നു. ഫാദർ റോബിനെ വിശ്വാസികൾ ഇത്രയധികം വെറുക്കാനും കാരണം ഇതായിരുന്നു. മകളെ ഗർഭിണിയാക്കിയത് താനാണെന്നും ജയിലിൽ പോകാൻ വരെ താൻ തയ്യാറാണെന്നും കുറ്റം കളവായി ഏറ്റെടുത്ത് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞിരുന്നു. എന്നാൽ ചൈൽഡ് ലൈൻ പെൺകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. നിന്റെ പപ്പയ്ക്കെതിരെ കേസ് വന്നാൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വന്നേക്കാം എന്ന് ചൈൽഡ് ലൈൻ പെൺകുട്ടിയെ അറിയിച്ചു. പപ്പ കുറ്റം ചെയ്തില്ലെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് പെൺകുട്ടി ഫാദർ റോബിന്റെ പേര് പറയുകയായിരുന്നു. ഇതിനെല്ലാം കൂട്ട് പെൺകുട്ടിയുടെ മാതാവും ഉണ്ടായിരുന്നു എന്ന വിധത്തിലായിരുന്നു സംസാരം. മാത്രമല്ല, വിചാരണ സമയത്ത് മാതാപിതാക്കൾ പെൺകുട്ടിയുടെ പ്രായം കൂട്ടി പറഞ്ഞു. വൈദികൻ അനുകൂലമായി മൊഴിയും നൽകി. അതും കേരളം ഞെട്ടലോടെ കേട്ടു. സ്വന്തം മകളെ പള്ളിമേടയിൽ വെച്ച് പിച്ചി ചീന്തിയ മനുഷ്യമൃഗത്തെ രക്ഷിക്കാനായി കൂട്ടുനിന്ന് കോടതിയിലും ആ മാതാപിതാക്കൾ ഒത്തുകളിക്കുകയായിരുന്നു. ഏതൊരു മതവിശ്വാസിയിലും വേദനയും നടുക്കവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ മതപുരോഹിതൻ ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.